ഹലോ മക്കളെ, സോ നമ്മൾ യാന കേവ്സ് കഴിഞ്ഞതായി ഇപ്പോൾ നേരെ പോകാൻ പോകണം മിർജൻ ഫോർട്ടിൽ. ഇതൊരു ഫോർട്ടാണ്, ബാക്കി നമുക്ക് അവിടെ പോയിട്ട് പറയാം. അതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ നമ്മളവിടുത്തെ കോട്ട പോലെ തോന്നും, ഈ കോഴിക്കോടും കാസർഗോഡും കണ്ണൂരൊക്കെ ഉള്ള പോലെ. ബട്ട് ഇത് കർണാടകയിലാണ്. സോ നമ്മളിതായിപ്പം കോട്ടയ്ക്കകത്ത് കയറിയേ. ഇവിടെ നമ്മളെ ഈ പണ്ട് ഈ പഴശ്ശിരാജയിലൊക്കെ കാണുന്ന പോലത്തെ കോട്ടയാട്ടോ. ഈ കോട്ടയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് പണി കഴിപ്പിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. നമ്മൾ ഈ ബ്രിട്ടീഷുകാരൊക്കെ പറഞ്ഞതിന് മുമ്പ് ഈ ഫോറിൻ ട്രേഡൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല അപ്പോഴത്തെ. ഇതിവിടെയാണ് കൊടിയൊക്കെ ഉയർത്തണം. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോഴ് ഒരു റാണിയാണ് പണി കഴിപ്പിച്ചത്. റാണി ചെന്ന ഭൈരവാദേവി. പെപ്പർക്ക് വരുന്ന പുള്ളിക്കാരത്തെ അറിയപ്പെടുന്നത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരുന്ന ട്രേഡിങ്ങും പിന്നെ കടൽ തൊട്ടടുത്ത് കടലാണ്. അപ്പം കടൽ മാർഗം വരുന്ന ഡിഫൻസിന് വേണ്ടിയിട്ടും പിന്നെ പ്രാദേശിക സംഘർഷങ്ങളുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കോട്ട മെയിനായിട്ട് പണി കഴിപ്പിച്ചത്. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഴിപോലെ കൊണ്ട് കേട്ടോ. ബിൽഡിങ്സ് ആയിരുന്നു, ഇതെല്ലാം പൊളിഞ്ഞതാണ്. ഇവിടെയൊക്കെ റൂംസാണ്. ഇപ്പോൾ നമ്മൾ ബേസ്മെൻറ്റ് കിട്ടിയിട്ടേക്കും പോലില്ലേ, സെല്ലാണെന്നോ. അതെ, സെല്ല. കിച്ചണ്ട് വീട്ടിൽ പോലെയൊക്കെ ഇരിപ്പുണ്ട്. ക്ഷേത്രം ഒരുപാട് നടക്കാറുണ്ട് അവിടെയും. വേണ്ട, എല്ലായിടും ഉണ്ട്. വെയിലത്ത് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്, ഭയങ്കര വെയിൽ. ഇവിടെ ഒരു സാധനം കൂടെ കാണിച്ചു. എന്താണോ അത്, കിണറാണോ? സംഭവം ഇങ്ങനെ നീണ്ട് പരവതാനി പോലെ ഇങ്ങനെ കിടക്കാം. സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഇതോ അവിടെ ഒരുത്തനെ കാണിച്ചില്ലാവേ, കണ്ടാ മഴയും കിടന്ന് തുടങ്ങാം. ഇവിടെ ഉച്ച എന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര, 3 മണി. ഈ 3 മണി വരെ ഇവിടെ 2:30 വരെ ഇവിടെ ആളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇവർ മാത്രമേ ഉള്ളൂ ഈ ഫോട്ടോയിൽ. ഇവിടെ പിന്നെ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട, വരിക ഇങ്ങനെ കയറുക കാണുക. അതിൻ്റെ മണ്ടയിൽ, കോട്ടയുടെ മണ്ടയിൽ കയറണം കേട്ടോ. വഴി ഇടിഞ്ഞു മുളഞ്ഞ കിടക്കുക, പക്ഷേ വഴിയുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം എന്താ എൻ്റെ എവിടെയൊക്കെ ഉള്ളതെന്ന്. ഇതാ മണ്ടയിൽ കയറി. നമ്മൾ ഈ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കാണുന്നില്ല മറ്റേ ഗ്രേറ്റ് വാൾ, പക്ഷേ അത് മഞ്ഞത്തും ഇത് വെയിലത്തും. ആകാം ഒരു മരം മാത്രമുണ്ട്. ആ മരത്തിനാണെങ്കിൽ ഒടുക്കത്ത തണലാട്ടാ. ഇവിടെ അത്യാവശ്യം ചൂടുള്ളൂ, ചെറിയ ചൂടുള്ളൂ, പക്ഷേ ആ മരത്തിനോട്ടിരുന്ന ചൂട് അറിയത്തില്ല. നല്ല ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് അല്ല, അറ്റ്മോസ്ഫിയറാണ്. കോട്ടരയിൽ കൂടെ നമുക്ക് ഗ്രാമം വരുന്ന കേട്ടോ. ഗ്രാമമേ കണ്ടോടുന്നിൻ കാലത്തിനും മുമ്പേ വരും. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ഇതേപോലെ സംഭവമുണ്ട്. എന്തിനാണോ എന്തോ. ഇനി കാനോണൊക്കെ വെച്ച് മറ്റേ വെടിവെച്ചിട്ടാണ് ഡും ഡും എന്നും പറഞ്ഞു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് ഗുഡ്. ഇവിടെയൊക്കെ എന്തോ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, എല്ലാം പൊടിഞ്ഞു വരാം. അവിടെ അവിടെ ആയിട്ട് അവശിഷ്ടങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കോട്ട കാണണം കേട്ടോ. അമ്മേ, അതെ ഇവിടെ നോക്കുമ്പോൾ ഹൈറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല, നല്ല ഹൈറ്റുണ്ട്. നമുക്ക് ആ വഴി തന്നെ തിരിച്ചിറങ്ങി പോകണം, എന്നിട്ട് അളിയൻ്റെ അടുത്ത് പോകണം. ആ സൈഡൊക്കെ പോകണം, കാണിച്ചു തരാം. അവിടെയൊക്കെ പോകണം, എന്താണെന്ന് പോയി നോക്കാം. മക്കളെ, അങ്ങനെ സൈൻ ഔട്ടൊന്നും പറയാൻ പറ്റിയില്ല. അവിടെ ബാക്കി കുറച്ചും കൂടി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാ, പിന്നെ എന്താ ടൈം കിട്ടിയില്ല. നമ്മളെ ഇപ്പം പോകാൻ പോണത് മാംഗ്രൂവ്സ് മഡൗസിലോട്ടാണ്. ഇതാ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നില്ലേ, ഇതാണ്. ഇത് കണ്ടൽക്കാടുകളെന്ന മലയാളത്തിൽ പറയണേ. ഇവിടെ വീണ്ടും പരവതാനി പോലെ കിടക്കുക. ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ബീച്ച്. ഇത് വന്നിട്ട് നമ്മളെ മിർജാൻ ഫോർട്ട് ചെയ്യുന്ന 30 കിലോമീറ്റർ വന്ന കുംദ റെയിൽവേ സ്റ്റേഷൻ, കുംദ സിറ്റി. അവിടെ നിന്ന് വീണ്ടും ഒരു 30 കിലോമീറ്റർ വന്നാൽ എവിടെ, മാംഗ്രൂവ്സ്. അടുത്ത പ്ലേസിലോട്ട് വന്നേണേ. എവിടെയാണ് നമ്മളെ കണ്ടൽക്കാട് തുരുത്ത്. ഇവിടെ വരാമെന്ന് വിചാരിച്ചു. എവിടെയും കൂടെ വന്നാൽ ഇന്ധന പൈസ നമുക്ക് ലാഭിക്കും. കാരണം നമ്മൾ ഓൾറെഡി 300 രൂപയ്ക്ക് എണ്ണ അടിച്ചു. ആകെ ഒരു 150 കിലോമീറ്ററിനുള്ള ഓടിയുള്ളൂ. ബാക്കി ഇനിയും കിടക്കില്ലേ, അല്ലേ? 200 രൂപയ്ക്കുള്ള ഓടിയുള്ളൂ, ബാക്കി കിടക്കില്ലേ. അപ്പം അവിടെ നിന്ന് നേരെ മിർജാൻ ഫോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ്. നല്ല റഷുണ്ട് കേട്ടോ, ഇങ്ങനെയാണ് പോയി നോക്കിയാലേ അറിയുള്ളൂ. പ്രൈവറ്റ് ബോട്ട് കിട്ടും കേട്ടോ, 1300 രൂപയ്ക്ക് 2 പേർക്ക്. അളി ഫോട്ടോ കാണിച്ചു.
ഞാനത് പറഞ്ഞ ഗ്രൂപ്പ് നോ ഗ്രൂപ്പ് ഓൺലി പ്രൈവറ്റ്. ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ. അയ്യോ ഇവിടെ പുല്ല് ഊഞ്ഞാലിൻ്റെ കളിയാ കേട്ടാ. അടുത്ത സേവ് മാംഗ്രൂവ്സ്. മാംഗ്രൂവ്സിൻ്റെ തറ. കുറേ ഭായിമാരുണ്ട് കേട്ടോ ഇവിടെ. ആ ഞാൻ പോയിട്ടില്ല. എന്താണെന്ന് സംഭവട്ടെ. ആ ഫീ ഉണ്ട്. വെറുതെ ഭയങ്കര റഷ് കേട്ടോ. വെള്ളമില്ല. പിള്ളേരൊക്കെ എന്തൊക്കെ പറിച്ചിട്ട്. പന്നിയോ ഇതിൻ്റെ അകത്തോ? പടവില്ലേ. സോ അപ്പം മക്കളെ നിങ്ങൾക്ക് ഞാൻ മാംഗ്രൂവ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. മാംഗ്രൂവ്സ് എന്ന് വെച്ചാൽ ഈ ഉപ്പുനീർ താങ്ങുന്ന പ്രത്യേകതരം വൃക്ഷങ്ങളാണ് ഇവ. ഈ കടലോരങ്ങളിലും നദീതീരങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഈ മാംഗ്രൂവ്സ് മെയിനായിട്ട് ഫോർമുലേഷൻ ചെയ്യുന്ന തന്നെ ഈ ഹൈ ടൈഡ്സ്, സുനാമി, പിന്നെ ഈ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഷോർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എക്കോ ബീച്ച്. എക്കോ ബീച്ച് ഒന്ന് ഷൂട്ട് ചെയ്തില്ല, അല്ലാതെ ഞാൻ കാണിച്ചു തരുന്നത്. എൻ്റെ മോനെ കാണേണ്ട ബീച്ചാണ്. ഇത്രയും ക്ലീനസ്റ്റ് ബീച്ച്. ഒന്നാമതേ ഗോകർണ എന്ന് പറയുന്നത് ഫുൾ ഓഫ് എന്താ ക്ലീനസ്. ആ ഇതിൻ്റെ ഫോട്ടോ എടുക്കാനും വന്നേ. മരച്ചിനീര് ഇതുപോലെ ഉണ്ടല്ലേ. അല്ലടാ നമ്മൾ നടന്നു വരപ്പം കാണുന്ന വ്യൂ. ഇത് നമ്മൾ നേരെ ഈ വഴി നടന്ന് അതിൻ്റെ അകത്തോട്ട് വീണ് തുരുത്ത, മൊത്തം തുരുത്ത. അതുകൊണ്ടാണ് ഇവന്മാരിവിടെ വാക്കെന്ന് എഴുതിക്കണേ. വീണ്ടും അടുത്ത മെഡോസിലോട്ട് പോകണേ. ഫുള്ള് ബോട്ടിങ്ങും ഇതൊക്കെ. ഇവിടെ നടക്കാൻ പൊളി കേട്ടോ, ഞാൻ കാണിച്ചിട്ട്. ഇനി ഈ സൈഡ് പിടിക്കാനൊന്നുമില്ല, നേരെ നടത്താം. അതുകൊണ്ടോ അളിയാ മാറളിയാ. ആളെ അവിടെ നിന്നിട്ട് പറഞ്ഞ പെണ്ണിനെയൊക്കെ വെച്ച് തീർക്കാം. അപ്പോൾ നമുക്കിങ്ങനെ നടക്കാം. നടക്കുമ്പോൾ നല്ല താഴുന്നുണ്ട് കേട്ടോ. ക്ലിങ് ക്ലിങ്. പൊട്ടിയ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ശിവനി. ഇതാ അടുത്ത ഗിരി വരണം. കണ്ടോ ചതുപ്പ. എന്തായാലും ചവിട്ടിയെ താന്നു. പിന്നെ നല്ല സ്പ്രിങ് പോലെ ചേട്ടാ. അതൊക്കെ നടക്കുമ്പോഴേ മനസ്സിലാവും. ഒരു ചേട്ടൻ വന്നിട്ട് എല്ലാത്തിനും പൊക്കിയെടുത്തോണം. ചേട്ടാ നമ്മളെയും കൂടെ കൊണ്ടുപോകും. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മലയാളികളായിട്ട് നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇവിടെ. സോ മക്കളെ അവിടെ നിന്ന് നേരെ നമ്മൾ എക്കോ ബീച്ചിൽ പോയിട്ടോ. ഈ മാംഗ്രൂവ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു എക്കോ ബീച്ച്. അപ്പോൾ നമ്മൾ അവിടെയും പോയി. ഷൂട്ട് ചെയ്യാൻ ചേട്ടൻ്റെ ചാർജ് ഇല്ലായിരുന്നു. സോ നമ്മൾ ചാർജ് ചെയ്തില്ല, വീഡിയോ എടുത്തില്ല. നേരെ അവിടെ നിന്ന് വണ്ടിയും കൊണ്ട് തിരിച്ച് കുംതയിൽ കൊടുത്തിട്ട് 8:30 ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സും കയറി നമ്മൾ നേരെ ഗോകർണയിൽ വന്നു. ഗോകർണ വന്നിട്ട് ഇപ്പോൾ റൂം തപ്പിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ റൂം തപ്പുന്നതിൻ്റെ തിരക്കില്ല. ആദ്യം എവിടെയെങ്കിലും പോയി റൂം കിട്ടുമെന്ന് നോക്കാം. അപ്പം നടന്ന് ഒന്നും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ശക്തി ലോഡ്ജ് എന്ന് പറഞ്ഞ ഒരു ലോഡ്ജ് കിട്ടി. 800 രൂപ. പക്ഷേ ചെക്കൗട്ട് ടൈം 4 മണി. നമ്മളിപ്പോൾ സമയം 9:45 രാത്രി. നാളെ രാവിലെ 4 മണി വരെ. വൈകിട്ട് 4 മണി വരെ സമയമുണ്ട്. അപ്പം അങ്ങേറ്റം റൂം പോയി കണ്ടു. കുഴപ്പമില്ല, കൊള്ളാം. 800 2 പേർക്ക്. പിന്നെ കയറി ഓക്കെ പറഞ്ഞ് എന്തോ ചെയ്യാനാ. ഈ തള്ള ഇതേപോലത്തെ സ്റ്റെപ്പ്. ഒരു അമ്മച്ചി ഉണ്ട്. അമ്മച്ചിനെ അമ്മച്ചി ഓട്ടോ ഇവിടെ കിടന്ന് 2 സ്റ്റെപ്പൊക്കെ ഒരുമിച്ചാണ് കാല് വയ്ക്കണേ എന്നെ കൊണ്ട്. അതെ റൂം നമ്പർ അറിയത്തില്ല ചേട്ടാ. കീലുണ്ടെങ്കിൽ ഉണ്ട്. ഇവിടെ തള്ള ഇരിപ്പുണ്ടായിരുന്നു. ഇതിന് എൻ്റെ വർത്താനം കേട്ട് ഞാൻ ചിരിയുണ്ട്. കയറാൻ. പിന്നെ റൂമിനകത്ത് ഭയങ്കര തണുപ്പാണ്. അതോടുകൂടി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. പോയി കിടന്ന് ഉറങ്ങട്ടെ. വയ്യ.